ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂംസിൻ്റെ ഒക്കെ ഫ്രണ്ട് സൈഡിൽ നമ്മളൊരു മാസ്റ്റർ സ്വിച്ച് പോലെ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഈ സ്വിച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റൂം ഇൻ കേസ് ലോക്ക്ഡ് ആണെങ്കിൽ തന്നെ നമുക്ക് അകത്തുള്ള എല്ലാ ഇലക്ട്രിക്കൽ ലൈറ്റ്സും ഫാനും എല്ലാം ഓഫാവും ഈ സിംഗിൾ സ്വിച്ച് വെച്ചിട്ട്. അപ്പോൾ അവർ ഇൻ കേസ് ഓൺ ചെയ്തിട്ട് പോയാൽ തന്നെ നമുക്ക് പുറത്തുനിന്ന് ഓഫ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. ഇതിപ്പോൾ ആങ്കറിൻ്റെ സ്വിച്ചാണ്. ഇതിപ്പോൾ വച്ചിട്ട് ഏകദേശം ഒരു 25 to 30 ഇയേഴ്സായി. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആയി ഓൺ ആവുന്നില്ല. അപ്പോൾ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതായത് സ്വിച്ച് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് 2 കണക്ഷൻസാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കണക്ഷനിൽ നമുക്ക് ലൈൻ വരുന്നുണ്ട്, മറ്റേ കണക്ഷനിൽ നമുക്ക് ഔട്ടാണ്. സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഔട്ട് പോകുന്നുള്ളൂ. പക്ഷേ നമ്മുടെ സ്വിച്ച് ഇപ്പോൾ ഓണാക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ELCB നമുക്ക് ട്രിപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് മെയിൻ സ്വിച്ച് ഓഫ് പൊസിഷനിലാവുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിനകത്ത് കണക്ഷനിലൊക്കെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കണക്ഷൻസ് ഓരോന്നായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മെയിൻ കണക്ഷൻ ഫേസ് കണക്ഷൻ ഇട്ടു, അതേപോലെ രണ്ടാമത്തെ കണക്ഷൻ ഓപ്പൺ ചെയ്തിട്ടു. പിന്നെ ഈ പഴയ കണക്ഷനിൽ മുകളിൽ ടോപ്പ് സൈഡിൽ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം ഒരു 20-25 ഇയേഴ്സ് ആയതിനു ശേഷം അവരെങ്ങനെ കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റെസിസ്റ്റർ വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. അതായത് ഒരു ഫേസിൽ നിന്നും ഒരു ന്യൂട്രിൽ നിന്നാണ് വയർ ചെയ്തേക്കുന്നത്. ഈ ടേപ്പ് വെച്ച് ഒടിച്ചേക്കുന്നത് ന്യൂട്രിൻ്റെ എക്സ്റ്റൻഷനാണ്. അങ്ങനെയാണ് അവർ LED ലൈറ്റിലേക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ വരുന്ന അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നില്ല. ഓൺ ഓഫ് എന്നുള്ളൊരു സ്വിച്ച് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് സപ്ലൈ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതെന്തായാലും റിമൂവ് ചെയ്ത് കളയണം. അതിന് മുമ്പ് നമുക്ക് പുതിയ സ്വിച്ചിലേക്ക് ഇനി കണക്ഷൻ കൊടുക്കാം. റിമൂവ് ചെയ്തിട്ട് നമ്മൾ പഴയ സ്വിച്ച് മാറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 കണക്ഷൻസാണ് വരുന്നത്. നിങ്ങൾ കണ്ടു, ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടുമാണ്. ഇതിപ്പോൾ റൂമിലേക്ക് പോയ കണക്ഷൻസാണ് ഞാൻ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെയിം തന്നെ ഒരു സിംഗിൾ പോളിൻ്റെ 20 ആംപിയറിന് സ്വിച്ചാണ് മേടിക്കുന്നത്. 16 to 20 ആംപിയറിന് ആങ്കറിന് തന്നെ സ്വിച്ചാണ് മേടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫേസ് വയറും വേറെ എവിടേക്കും കൂടി അവർ ലിങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലിങ്ക് വയറും ഉണ്ട്, ഒരു ഫേസ് വയറും ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ് സ്വിച്ചിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നമുക്ക് ആസ് യൂഷ്വൽ ഒരു സ്വിച്ച് വർക്ക് ചെയ്യണ പോലെ തന്നെ ബൈപ്പാസ് ആവും. നമ്മുടെ ഫേസ് നമ്മുടെ റൂമിൻ്റെ അകത്തേക്കുള്ള ലൈനിലേക്ക് പോകും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്ററും ഇൻഡിക്കേറ്ററും ഒന്നും ആവശ്യമില്ല ആക്ച്വലി. അപ്പോൾ അന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് ടേപ്പ് അടിച്ചിടണം. ഓക്കെ, നമ്മുടെ ഫേസിൽ നിന്ന് കൊടുത്തേക്കണ സ്വിച്ചിൽ നിന്നായിരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് അത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ന്യൂട്രിയിൽ നിന്ന് അവർ ടേപ്പ് അടിച്ച് വെച്ച് ഇൻഡിക്കേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് റിമൂവ് ചെയ്യണം. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ടേപ്പ് അടിച്ചിടാം. വയർ സ്ട്രിപ്പർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് അവിടെ ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിടാം. അവിടെ ഇപ്പോൾ ന്യൂട്രോ ഉണ്ട്. അപ്പോൾ നമുക്ക് ടേപ്പ് അടിച്ചിട്ടാൽ മതി, വേറെ ഇഷ്യൂസൊന്നുമില്ല. കാരണം നമ്മളത് റിമൂവ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കണക്ഷൻസ് ലൂസാണെങ്കിൽ പിന്നെ നമുക്ക് മൊത്തം അഴിച്ചിട്ട് നമുക്ക് ടേപ്പ് അടിക്കേണ്ടി വരും. അപ്പോൾ കണ്ടിട്ട് ടേപ്പിങ്ങിൻ്റെ ഇഷ്യൂസൊന്നും കാണുന്നില്ല. അത് കാരണം നമ്മൾ ഈ ന്യൂട്രിൻ്റെ എക്സ്റ്റൻഷൻ എടുത്ത് ടേപ്പ് ചെയ്തിട്ടേക്കുവാണ്, അകത്തേക്ക് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇത് തിരിച്ച് ഫിക്സ് ചെയ്യണം. തിരിച്ച് ഫിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് പണ്ടത്തെ ടൈപ്പ് പ്ലാസ്റ്റിക് ബോർഡാണ്, PVC ബോർഡാണ്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യണമെങ്കിൽ മൊത്തം 4 സ്ക്രൂവും ഊരേണ്ടി വരും എന്തായാലും. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. സ്ക്രൂവിൻ്റെ ബാക്കിലൊരു നട്ടും കൂടി ഇട്ട് കൊടുക്കണം. സ്ക്രൂവിന് നട്ട് വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഇതൊന്ന് ടൈറ്റ് അല്ലേ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസ് കഴിഞ്ഞു. ഇൻപുട്ടും ഔട്ട്പുട്ടും അങ്ങനെയാണ് നമ്മുടെ കണക്ഷൻസ് വരുന്നത്. ഇത് പിന്നെ ഇങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ആവില്ല. നമുക്കപ്പോൾ മൊത്തം സെക്ഷൻ റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, മൊത്തം 4 സെക്ഷൻ ഞാൻ റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ കണ്ട നട്ടും ഇട്ടിട്ടുണ്ട്. 4 സൈഡിലേക്ക് സ്ക്രൂ ഇട്ടിട്ട് നട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 4 സ്ക്രൂസും സൈഡിലെ സ്ക്രൂസും ടൈറ്റ് ചെയ്യാനുള്ള പരിപാടിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓൺ ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ കീ വേണം, റൂമിൻ്റെ കീ വേണം. എല്ലാ റൂമിൻ്റെ ഫ്രണ്ടിലും ഇതേപോലെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഗസ്റ്റ് ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഓഫ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനാണിത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തു. ഇതൊക്കെ ഇതാണ്. ഇനി നമുക്ക് ELCBയും നമ്മുടെ മെയിൻ സ്വിച്ചും ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നമുക്കപ്പോൾ കീ കിട്ടിയിട്ടുണ്ട്. കീ വെച്ചിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മറ്റേ റൂമും തുറന്ന് നോക്കാം. റൂം തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ലൈറ്റും
ഫാനും ഒക്കെ ഓണാണ് ഓൾറെഡി. കാരണം ഈ സ്വിച്ച് ഓൺ പൊസിഷനിലായിരുന്നു. ഇനി സ്വിച്ച് ഓഫ് ചെയ്യട്ടെ. ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഓഫ് ആവുന്നുണ്ട്, ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഓൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ പെർഫെക്റ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു മാസ്റ്റർ സ്വിച്ചിൻ്റെ വയറിങ് ചെയ്യുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് 60 ആംസിൻ്റെ 20 ആംസിൻ്റെ സ്വിച്ചാണ്. എനിക്ക് ആങ്കറിന് തന്നെ സ്വിച്ചാണ്. എനിക്ക് വന്നേക്കുന്ന കോസ്റ്റ് ജസ്റ്റ് 80 റുപ്പീസാണ്. ഇതേപോലെ എല്ലാ റൂംസിൻ്റെ ഫ്രണ്ടിലും നമ്മൾ ഇതേപോലെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന് ലൈക്ക് അടിക്കുക. ഓക്കെ, ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.